ചെക്കൻ നല്ലതാണോ അല്ലേന്നല്ല അവക്ക് എങ്ങനെ അറിയല്ലേ. ഇതിപ്പോ മൂത്താപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിലേ മൂത്താപ്പാന്റെ പ്രതികരണം എന്താവും എന്നുള്ളത് അറിയാ എനക്ക്. മൂത്തമ്മ, ഞമ്മളവ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. തെറ്റും ശരി ഒക്കെ ഏതാന്ന് തിരിച്ചറിയാനുള്ള പ്രായം ഇക്കണില്ലേ. പിന്നെ അതുമല്ല മൂത്തമ്മ, അവര് തമ്മിൽ 4 വർഷമായാലും ഇഷ്ടത്തില്. അടച്ചോനെ, എന്തൊക്കെ ആവും എന്തോ. മൂത്തമ്മന്റെ കഴുത്തക്കഞ്ഞു മതിയെന്ന്. ഇന്റെ പൊന്നാരാദ്യ, എത്ര വർഷാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൂത്താപ്പ് ഇതിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ട് എനിക്ക്. ഇക്ക് തോന്നണില്ല അന്റെ മൂത്താപ്പ് ഇതിന് സമ്മതിക്കുന്നുള്ളത്. പ്രത്യേകിച്ച് ഇജ്ജിപ്പടങ്ങനെ നിക്കുമ്പോ. നിങ്ങൾ പറഞ്ഞ മൂത്താപ്പ സമ്മതിക്കും മൂത്തമ്മ. മൂത്തമ്മ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി കാര്യമൊന്ന്. പിന്നെ അതല്ല മൂത്തമ്മ, പെട്ടെന്നൊന്നും നടത്തണ്ടല്ലോ. ആ പയ്യന്റെ നാട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ പറയും. നിങ്ങളൊന്ന് പറയും മൂത്തമ്മ മൂത്താപ്പാനോട്. നിങ്ങൾ പറഞ്ഞ എന്തായാലും കേൾക്കും മൂത്താപ്പ, ഉറപ്പാണ്. മുത്താണ് അത്, ഈ മുത്ത്. പിന്നെ ആ പയ്യന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിലേ ആ പയ്യൻ നല്ലതാണോ ചീത്തതാണെന്നൊക്കെ നമുക്ക് അറിയും ചെയ്യാലോ. നേരിട്ട് പോയി സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. നിങ്ങൾ പറഞ്ഞ കേൾക്കും മൂത്തമ്മ. ഇയാളിപ്പോ എന്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഇന്റെ തലയിൽ കേറൂല. എങ്ങനെയാ ഞാൻ അത് മൂത്താപ്പാനോട് അവതരിപ്പിക്കല്? ഇന്റെ തല കൊത്തി പറിച്ചാണ് ഉമ്മയും മക്കളും ഒക്കെ പാടാ. ആദ്യ മൂത്തമ്മീന് പോയാ? എന്റെ കുളി കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പോയാ? ഞാനും കരുതി വർത്താനൊന്നും കേൾക്കാതായപ്പോളേ പോയി കാണുന്നുള്ളത്. ആയിഷ, ഇച്ചു വല്ലതും അറിഞ്ഞിക്കണ അന്റെ രണ്ടാമത്തെ മകളെ കൂത്ത്? ഇമ്മഞ്ഞിപ്പോ എന്താ പറയാണ്? എന്തായാലും പോയി നോക്കട്ടെ. എന്തേ മൂത്തമ്മ, എന്തേ പവ്വ ചെയ്തത്? അതുമ്മ, ഞമ്മളെ അവ്വയും ഒരു പയ്യനും തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്താ എന്താ ആദ്യം എന്റെ ആള് ഈ പറയണത്? ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ഇമ്മ. ഇമ്മാക്കും മൂത്താപ്പാക്കും മൂത്തമ്മാക്കും ആർക്കും ഇഷ്ടല്ലാന്നുണ്ടെങ്കിലേ വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ മറന്നോണ്ട്. എന്റെ ചെറിയൊരു വിവരമില്ലായ്മ. അങ്ങനെ കണ്ടാ മതി നിങ്ങളിതിനെ എല്ലാരും. ആർക്കും ഇഷ്ടമില്ലാച്ചാലേ വേണ്ട, ഞാനിതിവിടെ വെച്ച് ഒഴിവാക്കിക്കോളാം. ഞാൻ എനിക്ക് വിളിക്കാനോ സംസാരിക്കാനോ ഒന്നിനും പോകൂല. നിങ്ങളൊക്കെ സന്തോഷാണ് ഈ അവന്റെ സന്തോഷം. ഇഷ്ടമില്ലായി അല്ലേ കുട്ടിയെ. നിങ്ങളെ രണ്ടാളെ ഇഷ്ടത്തിന് ഈ പെരക്കാരെ ആരും എതിര് നിന്നിട്ട് ചെയ്ത് വരായിട്ടോ. നിങ്ങളും നല്ലയിൽ ചെന്നിട്ട് ചാടിയെന്നുള്ളത് ഉമ്മാക്കും മൂത്തമ്മാക്കും എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിലേ ആദ്യത്തെ ഇങ്ങനെ നിക്കുമ്പോഴേ എങ്ങനെ എന്റെ കല്യാണം നടത്തല്? പിന്നെ ആ ചെക്കന് നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത് എങ്ങനെ നമ്മൾ അന്വേഷിക്കാതെ അറിയല്? ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ ആഴ്ച കാര്യം? ഇജ്ജ് ബേജാറടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ അതൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തായാലേ ഞാൻ മൂത്താപ്പാനോടൊന്നും ഇതിനെ പറ്റിക്കാണ്ട് സംസാരിക്കട്ടെ. പക്ഷെ അവന്റെ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇജും കൂടി മനസ്സ് വെക്കണം. പറ്റും എനിക്ക്? മൂത്തമ്മ, നിങ്ങളെന്താ ഈ പറയണ മൂത്തമ്മ? ഇതിലിപ്പോ പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ഇന്റെ ആള് കല്യാണത്തിന് സമ്മതിക്കാന്നുണ്ടെങ്കിൽ അവന്റെ കല്യാണം ഉറപ്പിച്ചിടലും കൂടി എന്റെ കല്യാണത്തിന്റെ കൂടെ നടത്താം. അതിന് ഇന്റെ ആള് മനസ്സ് വെക്കുമാണ്, ഇന്റെ ആള് കല്യാണത്തിന് സമ്മതിക്കുമാണ്. അവന്റെ ജീവിതം കിടക്കുന്നത് ഇപ്പൊ എന്റെ കയ്യിലാണ്. മൂത്തമ്മ, ഇന്റെ ആള് ഇപ്പൊ ഒന്നും പറയണ്ട. അങ്ങനെ എടിപിടിച്ചിട്ട് പറയണ്ട തീരുമാനമല്ല അത്. ഇന്റെ ആള് നല്ലോണം ആലോചിച്ചിട്ട് രാത്രിക്കാവുമ്പോളേ ഫോൺ വിളിച്ചിട്ട് പറയേ അന്റെ തീരുമാനം എന്താന്നുള്ളത്. ഒന്ന് ആലോചിക്കണം, അന്റെ അടുത്താണ് അവന്റെ ജീവിതം കിടക്കണെന്നുള്ളത്. ഞാൻ അപ്പൊ ഇതിന് മൂത്താപ്പാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് ഒന്ന് റെഡി ആക്കി നോക്കട്ടെ. ഇനി മൂത്താപ്പിന്റെ കഴുത്തെടുക്കും എന്നുള്ളത് വടച്ചതമ്പുരാനിക്ക് തന്നെ അറിയുള്ളൂ. അല്ലെങ്കിലോ എനിക്ക് പരാതിയാണ്, ഇജാണ് ഓരോ മാഞ്ഞാളത്തിന് കൂട്ടുന്നു കൊടുക്കണേന്ന് പറഞ്ഞിട്ട്. ഞാൻ പോട്ടെ, നേരം പാടുമായി. വർത്താനം പറഞ്ഞിരുന്നിട്ടേ നേരം പോയതും അറിഞ്ഞില്ല. ആയിഷോ, ഞാൻ പോയിട്ടാ. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഞാൻ പോയിട്ടാ ആയിഷോ. ആ ഏട്ടത്തിയും അഞ്ചത്തിയും കൂടി ഒപ്പിച്ചതല്ലേ. ഇമ്മാനെക്കാട്ടിയേ ഇമ്മാന്റെ 2 മക്കളെ വളർന്നത് ഉമ്മ അറിഞ്ഞില്ല. പ്രേമം. ഈ വിഷമിക്കണ്ടാവുക, ഞമ്മക്ക് സെറ്റാക്ക എല്ലാ കാര്യങ്ങളും.
അവന്റെ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇജും കൂടി മനസ്സ് വെക്കണം. പറ്റും എനിക്ക്? പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യാ? എന്റെ ഒരൊറ്റ വാക്കിലാണല്ലോ എന്റെ അവന്റെ ജീവിതം കെടുക്കണത്. ആദ്യമാണല്ല നിക്കണത്, എന്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണേ. ആദ്യ എന്തീ മുറ്റത്തിറങ്ങി ഇങ്ങനെ നിക്കണത്? ഏയ് ഒന്നുമില്ല ആസിയാത്താ. നിങ്ങളെവിടുന്നാ വരണത്? നിങ്ങളിപ്പോ ഈ വൈക്കന്നെ കാണലില്ലട്ടാ. നമ്മളെ പോക്കരാക്കാന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ വെയ്യാതെ എടുക്കണ്. കൊറേ ആയില്ല അത് അങ്ങനെ ആ കെടുത്തം കെടുക്കണ്. അതിനിപ്പോ തീരെ വെയ്യാല. അതിനൊന്ന് കാണാൻ പോയതാണ് ഞാൻ. എടി, അതിന്റെ മകളെ കല്യാണം ഉറപ്പിച്ച് അറിഞ്ഞില്ലേ ഈ? ആരെ? ആരിഫാന്റെ. അപ്പൊ ആസിയാത്ത ഓളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഓളെ കുട്ടീനാരെ പിന്നെ നോക്കല്? ഓളെ കുട്ടീനെയും കൂടി ആ ചെക്ക സ്വീകരിച്ചോളാന്നാണല്ലോ പറഞ്ഞിരിക്കണത്. ആദ്യം കെട്ട് ചെക്കനെ ഒരു ചെക്കനെ നീലേ, കള്ളും കഞ്ചാവും ഇല്ലാത്ത ദുശീലൊന്നുമില്ല. ഇപ്പൊ വന്ന കൂട്ടക്കാരുണ്ടല്ലോ, നല്ല കൂട്ടക്കാരാണ്. ഓളെ കുട്ടീനെയും കൂടി ആ പെരക്കാര് സ്വീകരിച്ചോളാന്ന് പറഞ്ഞിരിക്കണ്. പെരക്കാർക്കും കുഴപ്പമില്ലാല, ഓളെ കെട്ടാൻ പോണ ചെക്കനക്കും കുഴപ്പമില്ലാല. നല്ല കൂട്ടക്കാരാന്ന് പറഞ്ഞിട്ടത്. അല്ലെങ്കിൽ ഇപ്പൊ ഓളെ കുട്ടീനെ ഇപ്പൊ ആരെ ഇവിടെ നോക്കാനുള്ളത്? തള്ള എന്നുണ്ടെങ്കിൽ വെയ്യാതെ എടുക്ക, വാപ്പ എന്നുണ്ടെങ്കിൽ ഒരു കഥ. അതിനും വയസ്സും പ്രായമായില്ലേ. പിന്നെ ഇപ്പോൾ ഉള്ളത് 2 ആങ്ങളാര് പെണ്ണും കെട്ടിങ്ങാണ്ട് ഓരോ ആലയെ വിധിച്ചിട്ട് ഓര് ജീവിക്കണ്. പിന്നെ ഇപ്പൊ ഇവളെ കുട്ടീനെയും ഇവളി നോക്കാപ്പോൾ ആരാ ഉള്ളത്? നല്ലൊരു കാര്യം വന്നപ്പോ കെട്ടിച്ചു കൊടുക്കല്ലാതെ മാർഗമില്ലല്ലോ. ജീവിതം മുന്നോട്ട് അങ്ങോട്ട് പോണ്ടേ. എന്നിപ്പോ തന്തിയും തള്ളി നോക്കുന്നു വിചാരിച്ചങ്ങോട്ട് നിക്കാനൊന്നും പറ്റൂലല്ലോ. ഇനിയെങ്കിലും ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ പോട്ടെ. അല്ല, എന്റെ ഉമ്മ ഇവിടെ? ആ, ഇമ്മ അകത്തുണ്ട്. ഇമ്മാനോടൊന്നും ഞാൻ ചോദിച്ചെന്ന് പറയും. ഞാൻ എന്നാ പിന്നെ വരണ്ട ഉമ്മാന്റെ അടുത്തേക്ക്. ഇപ്പൊ നേരെ ഇല്ലടി. പെരയിൽ ഇനി കുറച്ചും കൂടി പണിയുണ്ട്. ഞാൻ പണി ഇട്ടെറിഞ്ഞാണ്ടേ പോയതാണൊന്ന് കാണാന്. തീരെ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഉമ്മാനോട് ഞാൻ ചോദിച്ചെന്ന് പറയോണ്ടിട്ടാ. ആ, പിന്നെ ആദ്യേ ഈച്ചൊന്നും നല്ലപോലെ ഇരുന്ന് ആലോചിക്കണത് നല്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും കാലാകാലേ എൻ്റെ ഉമ്മ ഉണ്ടാവില്ല എന്നെ നോക്കാന്. വയസ്സും പ്രായമായി വരികയാണ് എൻ്റെ ഉമ്മാക്ക്. പിന്നെ പാകപ്പാടങ്ങളെ നോക്കണത് നിങ്ങളെ അമ്മോനാണ്. അതിനും വയസ്സും പ്രായമായി. എല്ലാ കാര്യങ്ങളും ഇജ്ജ് ചിന്തിക്കണത് നല്ല ആട്ടാ ആദ്യേ. അവരാരെ തന്തിയും തള്ളുണ്ടാവുമ്പോളെ നമുക്ക് ഈ സുഖങ്ങളൊക്കെ കിട്ടുള്ളൂ. കണ്ണുണ്ടാവുമ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അവരുള്ളപ്പോഴേ അവര് നമ്മളോട് എന്തെങ്കിലും കാര്യം പറയാന്നുണ്ടെങ്കിലേ അത് നമ്മൾ നടത്തി കൊടുക്കണം. പിന്നെ ഇല്ലാതാവുമ്പോഴേ നമ്മൾ ഇരുന്ന് ആലോചിച്ചിട്ടും കരഞ്ഞിട്ടും പിടിച്ചിട്ടും ഒന്നും കാര്യം ഉണ്ടാവില്ല. എനിക്ക് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് മനസ്സിലായില്ല ആദ്യേ. ഞാൻ എന്നാ പോയിട്ടാ അമ്മാനോട് പറയും. ഈച്ചൊന്നും നല്ലപോലെ ഇരുന്ന് ആലോചിക്കണത് നല്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും കാലാകാലേ എൻ്റെ ഉമ്മ ഉണ്ടാവില്ല എന്നെ നോക്കാന്. ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ അനിയത്തിൻ്റെ ജീവിതം ഞാൻ കാരണം ഇല്ലാതാവും. അതൊരിക്കലും പാടില്ല. ഇമ്മ, നിങ്ങൾ മൂത്തമ്മാനോട് വിളിച്ചിട്ട് പറയുമോ ഇക്ക് കല്യാണത്തിന് സമ്മതമാണെന്നുള്ളത്? ഇനി ഞാൻ കാരണേ അവന്റെ ജീവിതേ ഇല്ലാതാവണ്ട. എന്നോട് മൂത്തമ്മേ നല്ലോണം ആലോചിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാനല്ലേ പറഞ്ഞത്, അല്ലാതെ എടിപിടിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഉമ്മ. ഞാൻ ഇന്നാള് പറഞ്ഞ പോലെയല്ല, ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇക്ക് കല്യാണത്തിന് സമ്മതമാണ്. അവന്റെ ആ കാര്യം നടത്തി കൊടുക്കണേ അമ്മ. അങ്ങനെ പെട്ടെന്നേ ഓളൊരു ചെക്കന് ഇഷ്ടാന്ന് പറയുമ്പോത്തിനെ അങ്ങനെ നടത്തി കൊടുക്കാനൊന്നും പറ്റൂല. അവിടെ ചെന്നിട്ട് നല്ലോണം അന്വേഷിച്ചിട്ടൊക്കെയാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളിവിടെ ഓരോന്ന് പറയുമ്പോത്തിനെ അതിനനുസരിച്ച് ഞങ്ങൾ തുന്നി തരാനേ ഞങ്ങളത് പൊട്ടന്മാരാണ്. ഒരു ജീവിതമാണിത്. അപ്പൊ നല്ലോണം അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ചെക്കൻ നല്ലതാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുള്ളൂ. അല്ലാതെ എടിപിടിച്ചിട്ടൊന്നും പെട്ടെന്നൊന്നും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കൂല്ല, നടത്തി കൊടുക്കൂല്ല. ഇമ്മ വിളിച്ച് പറഞ്ഞോളി മൂത്തമ്മാനോടും മൂത്താപ്പാനോടും ഇക്ക് കല്യാണത്തിന് സമ്മതമാണ് എന്നുള്ളത്. ആദ്യം
ഇമ്മ ഒരു കാര്യം പറയാം, ഇത് കുട്ടിക്കളിയല്ല മോളെ, ഇത് ജീവിതാണ്, കല്യാണാണ്. നമ്മള് ഒരു കൂട്ടർക്ക് വാക്ക് കൊടുക്കുമ്പോഴേ അതിൻ്റെതായ രീതിയിൽ വാക്ക് കൊടുക്കണം. ഇതിപ്പോ എനിക്ക് തോന്നുമ്പോ വേണമെന്ന് പറയാനും തോന്നുമ്പോ വേണ്ടാന്ന് പറയാനേ ഇത് നമ്മൾ മാഞ്ഞാളത്തിന് ഒഴിഞ്ഞു നിൽക്കുകയാണ് ആ കൂട്ടക്കാര്. എനിക്ക് നല്ലപോലെ ഉറപ്പാണ്, നല്ലൊരു തീരുമാനമാണ് ചെടുത്തുക്കണെന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ മൂത്തമ്മാനോട് വിളിച്ച് പറയുള്ളൂ. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് വെയ്യ പറയാന്. വെറുതെ ഞാൻ അവരെ തൊള്ളയിൽ കിടക്കുന്നത് കേൾക്കണ്ടല്ലോ. ഇല്ലമ്മ, ഞാൻ ഇതുവരെ പറഞ്ഞ പോലെയല്ല, ഇക്ക് കല്യാണത്തിന് സമ്മതാണ്. പിന്നെ ഇനി എൻ്റെ ഇവിടുന്ന് ഉള്ള ജീവിതേ എങ്ങനെയാന്നുള്ളതേ പഠിച്ചോൻ തീരുമാനിക്കട്ടെ. ഞാനൊക്കെ പഠിച്ചോനക്ക് വിട്ടുകൊടുത്തിക്കണ്. എന്താ ഈ കുട്ടിക്ക് പെട്ടെന്നൊരു മാറ്റം? എന്തായാലും വേണ്ടിയില്ല പഠിച്ചോനെ, നല്ലതിനാവട്ടെ എൻ്റെ കുട്ടിൻ്റെ ജീവിതങ്ങൾ. ഒരാളെങ്കിൽ പ്രേമിക്കുക, ഒരാൾ കല്യാണം വേണ്ടാന്ന് പറയാം. 2 മക്കളെ കെട്ടിക്കൊണ്ടുവന്നിടത്തും നല്ല സുഖമുള്ള ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ ആദ്യം അനുഭവിച്ച പോലത്തെ കണ്ണീര് സങ്കടമൊന്നും ഇനി പോണോടത്തൊന്നും കിട്ടാതിരിക്കട്ടെ റബ്ബേ.